BBS. അതിനിപ്പോൾ ഡാൻസ് പോലെയാണ് പ്ലാൻ. പിന്നെ പാട്ട് യേശു ഇടയ്ക്ക് സെയിം സാധനമാണ്. എന്നാ പിന്നെ കൊച്ചുങ്ങളെ കലാമണ്ഡലത്തോട് വിട്ടാൽ പോലെ. ഈ വിഷമിക്കേണ്ട ഒരു കാര്യം ചെറുതുരുത്തി വരെ പോകണമെന്നേ ഉള്ളൂ. സ്തോത്രം. അല്ലേ പറഞ്ഞ ഫ്രീഡമാണ്. എങ്ങനെ പോകാം. പക്ഷെ ബഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. അതായത് ഞാൻ വിവരിക്കുന്നില്ല ആ ഭാഗം. അപ്പൊ പറഞ്ഞു കുളിക്കണം, വസ്ത്രം വാങ്ങണം, അന്യദേവനെ നിൽക്കണം, നിങ്ങളെ ശുദ്ധീകരിക്കണം. നമ്മൾ ബഥേലിലോട്ട് പോകാൻ പോവുക. അതെ, ആ ഭാഗം ഒന്ന് വിടുക. അങ്ങനെ ഇവര് അന്യദേവനെ എല്ലാം എനിക്ക് കുണുക്കുകളെല്ലാം മാറ്റി അതെല്ലാം കൂടെ കരുവേലെത്തി കുഴിച്ചു വിട്ടെന്ന ഇവര് ഈ സുക്കോത്തിന് ബഥേലിലോട്ട് വരിക. ബഥേൽ വരുന്ന സമയത്ത് എഫ്രാത്തിനെത്താൻ അല്പ ദൂരമുള്ളപ്പോൾ റാഹേല് വഴിയിൽ വെച്ച് മരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വചനം സംസാരിച്ച് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്. ഈ 35-ാം അധ്യായത്തിൽ 3 മരണമാണ്. 1 ദബോരയുടെ മരണം, 2 റാഹേലിന്റെ മരണം, 3 ഇസഹാക്കിന്റെ മരണം. ആ 3 വാക്യം ഒന്ന് വായിച്ചോ. 8-ാം വാക്യവും 17, 18-ാം വാക്യവും 28-ാം വാക്യം. റിബേക്കയുടെ താത്രിയാകുന്ന ദബോര മരിച്ചു. അവളെ ബഥേലിന്റെ താഴെയുള്ള കരുവേലത്തിന്റെ കീഴ് അതിന് ഇനി മോള് വായിച്ച 17, 18 വാക്യം. എന്നാൽ അവൾ മരിച്ചുപോയി. 28-ാം വാക്യം ബ്രദർ വായിച്ചാട്ടെ. ഇസ്ഹാക്കിന്റെ ആയുസ്സ് 150 സംവത്സരമായിരുന്നു. ഇസ്ഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു. അപ്പൊ ഈ 35-ാം അധ്യായത്തിൽ 3 മരണമാണ്. 1 ദബോരയുടെ മരണം, 2 റാഹേലിന്റെ മരണം, 3 ഇസഹാക്കിന്റെ മരണം. അതില് ഇസഹാക്ക് ദീർഘായുസ് ലഭിച്ചാണ് മരിച്ചത്. 180 വയസ്സ്. ഞാനെന്ന് പറഞ്ഞപ്പോൾ ഇന്നാൾ ഉറപ്പിച്ച് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടൊരു പാട്ട്, സിനിമാ പാട്ടെങ്ങാണ്ട, നാടകത്തെ ഗാനമാണോ സിനിമാ പാട്ടാണോ എന്ന് അറിയത്തില്ല, എന്തായാലും കേട്ടിട്ടുണ്ട് ഞാൻ. ആ പദം നല്ലതാണ്. ആ പദത്തിന് ഇങ്ങനെ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളതൊന്നും കേൾക്കുന്നവരല്ല. ഞങ്ങൾ യേശുവോട് ചേർന്ന് ദീപത്ര മോദമയാത്ര മാത്രം പഴയ ഒരു നാടകമാണോ സിനിമയാണോ ഒരു പാട്ടാണ്. ഒരിടത്ത് ജനനം അവ അവരെഴുതിയ പാട്ടാണ്. പക്ഷെ ഇവിടെ ഒരിടത്ത് ജനനവും മരണവും. ബെന്യാമീന്റെ ജനനവും റാഹേലിന്റെ മരണവും ഒന്നിച്ച് നടക്കുന്നു. ഈ റാഹേല് മരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു പദമുണ്ട്, അവൾക്ക് കഠിന വേദനയാണ്. എന്നൊരു പദമുണ്ട്. ഒന്ന് വായിച്ചു. ഒന്നുകൂടെ മൂളന്ന് വായിച്ചു, നന്നായിട്ട് വായിച്ചേ. അങ്ങനെ അല്ലല്ലോ വായിക്കേണ്ടത്. ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ അല്ലല്ലോ വായിക്കേണ്ടത്. എങ്ങനെ കഠിന വേദന. അപ്പൊ പഠിതാക്കൾ പറയുന്നത് ഈ കഠിന വേദന എന്ന് പറഞ്ഞാൽ ഈ റാഹേൽ റേച്ചലിന്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ജീവൻ രക്തത്തിലല്ലേ? ജീവൻ രക്തത്തിലാണ്. പ്രാണൻ പോവുക, ജീവൻ പോവുക എന്ന് പറഞ്ഞാൽ ഈ പ്രസവ സമയത്ത് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. അതാ കഠിന വേദന. ബ്ലഡ് നിൽക്കുന്നില്ല. ഞാൻ ഈ ഭാഗം വളരെ ഭയത്തോടെ ധ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും. നാളുകൾക്ക് മുമ്പ് സ്വന്തം പിതാവ് വന്ന് ഗൃഹമെന്ന് അന്വേഷിക്കാൻ വന്നപ്പോൾ ഇവള് പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടി. ഞാൻ ഭയത്തോടെ നിൽക്കുന്നു, ഭയത്തോടെ പറയുന്നു. ഞാൻ പേടിച്ചാ പറയുന്നത്.
നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു. വിശേഷിച്ച് ഉപദേഷ്ടാക്കന്മാർ. വിളയാതെ വിഷയത്തിൽ കള്ളം പറഞ്ഞു, ആ വിഷയത്തിൽ ദൈവം ഉദാഹരണമായിട്ട് ചില കാര്യം ഓർപ്പിക്കാം. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അച്ഛൻ എന്നാ യോഗത്തിന് വരാഞ്ഞ? ഓ, ഒരു തലവേദനയായിരുന്നു മാർക്ക്. ഒന്നുമില്ല, ചുമ്മാ തടി തപ്പാൻ പറഞ്ഞതാണ്. ഒടുവിൽ സൂക്ഷം വരാൻ സാധ്യത. വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചു. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വരാൻ പറ്റിയില്ല, ഇങ്ങനെ കാര്യം. കള്ളം പറയുന്നു. ചില സന്ദർഭങ്ങളിൽ സത്യം പറഞ്ഞ പ്രശ്നമുണ്ടാകും, എന്നാലും കള്ളം പറയരുത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ സത്യം പറഞ്ഞ പ്രശ്നമുണ്ടാകും. സഭയ്ക്കകത്തും വീട്ടിനകത്തും ഒക്കെ ഇല്ലേ? ആരും കുടുംബജീവിതം നയിക്കുന്നവരല്ലേ? പറ. ഉദാഹരണം, നിങ്ങളുടെ പെങ്ങള് വീട്ടിൽ വന്ന ഒരു ആഴ്ച നിന്ന് പെങ്ങളെ അടൂര് കൊണ്ട് വിട്ട് ഉദാഹരണമാണ്. വിട്ടേച്ച് തിരിച്ചു വരുമ്പോൾ പെമ്പളെ ചോദിച്ചു, എവിടെ കൊണ്ട് വിട്ടു അച്ഛമ്മേനെ? ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട്. ഏത് ബസ് സ്റ്റോപ്പിൽ? ഗ്രില്ലെ പിടിച്ചോണ്ട. ഗ്രില്ല് തുറന്നെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ബസ് സ്റ്റോപ്പിൽ. ഏത് ബസ് സ്റ്റോപ്പ്? നെല്ലിമോളം? അല്ലല്ല, ഞാൻ അങ്ങ് അടൂര് കൊണ്ട്. എനിക്ക് തോന്നി ആ പോക്ക് കണ്ടപ്പം അടൂര് വരെ എന്തോ കൊടുത്തു. ഞാൻ നമ്മൾ കൊടുത്ത ചില സാധനങ്ങളൊക്കെ അതൊന്നും നോക്കി അതൊക്കെ ഞാൻ അറിഞ്ഞാൽ കൊടുത്തത്, അല്ലാതെ എന്തെങ്കിലും കൊടുത്തോ? അല്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ ബേക്കറി ഐറ്റം പെങ്ങളുടെ കൊച്ചു മോടെ പിള്ളേർ അവിടെ ഉണ്ടല്ലോ, അവരെ അങ്ങോട്ട് ചെല്ലുന്നതല്ലേ. ബേക്കറിയിൽ നിന്ന് എന്തോ മേടിച്ചു? ഇച്ചിരി അരിവായും. കറുത്ത അരിവായാണോ മഞ്ഞ അരിവായാണോ? അതെല്ലാം അറിയണം. പിന്നെ കറുത്ത അരിവായ്ക്ക് വില കൂടുതലാണല്ലോ. അത് കൊടുത്തു. വേറെ എന്തെങ്കിലും കൊടുത്തു. ഞാൻ മൂത്ത പെങ്ങളെ ജോലി വർഷങ്ങൾ കൂടിയിരുന്ന കണ്ടത് ഒരു സാരി മേടിച്ചു കൊടുത്തു. സാരി കോട്ടനാണോ കാഞ്ചീപുരമാണോ ആണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്തോ വിലയായി ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പറയും, ഇപ്പോഴത്തെ കാലഗതി അനുസരിച്ച് ഒരു 3000 രൂപയായി. നിങ്ങളുടെ ഇല്ലായിരുന്നില്ല കാശ്. ഞാൻ കടക്കാരൻ ശരിയുള്ളതുകൊണ്ട് പറഞ്ഞു പിന്നെ തരാന്ന് പറഞ്ഞു. കാശ് വല്ലതും കൊടുത്തോ? ഈ മൂത്ത പെങ്ങളെ എന്നെ വളർത്തിയ പെങ്ങളാണ്. എന്നെക്കാൾ 15 വയസ്സിന് മൂപ്പുള്ളതാണ്. എന്നെ ഒത്തിരി വളർത്തിയെന്ന്. വളർത്തി. കാശെന്താ കൊടുത്തു? കാശ് ഞാനൊരു 1500 രൂപ വെച്ച്. നിങ്ങളുടെ 1500 ഇല്ലായിരുന്നല്ലോ. ഞാൻ അത് ഒപ്പിച്ച് കൊടുത്തു. എന്നിട്ട് എന്തോ പറഞ്ഞു പോയി. ഒക്കുന്നെങ്കിൽ അടുത്ത മാസം ഒന്നുകൂടെ വരാമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പറഞ്ഞേ. ഇപ്പൊ ഈ തലയെ തൊഴിട്ട് ഗ്ലോറി ഹാലലുയ ജീസസ് നല്ല പറ്റിയ പുള്ളിക്കാരാ. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. നിങ്ങൾ ആ സത്യമല്ല എന്ന് പറഞ്ഞേ. അന്ന് നിങ്ങൾക്ക് കാപ്പിയും കിട്ടുകയല്ല. ഇത് പറഞ്ഞിട്ട് പറയാം മോളി ഒരു കാപ്പി, പിന്നെ കൂപ്പി പെങ്ങളോട് എന്ന് പറയാം കൂപ്പി തരാൻ. എല്ലാവരും അല്ലെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള രംഗങ്ങളിൽ സത്യം പറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ കള്ളം പറയരുത്. അന്നേരം ഒഴിഞ്ഞു പറഞ്ഞു, എവിടെ കൊണ്ട് വിട്ടു? ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വെച്ച് നീച്ച് ചൂടുവെള്ളം എടുത്ത് എനിക്കൊരു സ്ഥലം വരെ പോകണം, പെട്ടെന്ന് സമയം പോയി പറഞ്ഞ് തടി പിടിക്കണം. ഞാൻ നല്ല ബുദ്ധിയല്ലേ പറഞ്ഞു തരുന്നത്. പറ. നിങ്ങൾ ചിന്തിക്കരുത് ഞാനിവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കി നിന്നെ കൊണ്ട് ഞാനും ചാവും ഇപ്പത്തി. നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമായി പറഞ്ഞു തരുന്നത് മനസ്സിലായി. നിങ്ങളിപ്പോൾ ചിന്തിക്കുക ഭാഷ നേരത്തെ ഒന്ന് വരേണ്ടതായിരുന്നു. ചില സന്ദർഭങ്ങളിൽ സത്യം പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ അത് ബുദ്ധിപൂർവമായിട്ട് കൈകാര്യം ചെയ്ത് നല്ല കള്ളം പറയരുത്. റാഹേൽ അപ്പനോട് കള്ളം പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ല. അപ്പൻ വിശ്വസിച്ചു. സ്വർഗം ഇത് കേട്ടു. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം എഫ്രാത്ത് വെച്ച് പിടികൂടി. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് ഭയത്തോടെ ഞാൻ എന്നെ പേടിച്ചാ പറയുന്നത്. വളരെ സൂക്ഷിച്ച് സംസാരിക്കാം.
സ്തോത്രം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണവോ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാം, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, ഈ പരിജ്ഞാനം. നമ്മുടെ ഹൃദയ നിരൂപണങ്ങളും അവിടുന്ന് അറിയുക, വളരെ സൂക്ഷിച്ച് സംസാരിക്കാം. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിവരിച്ചു പോകുന്നില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടിച്ചു. രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുക, മരിക്കുമെന്നുറപ്പായി. എൻ്റെ ഭാവനയാണ്. ഇടയ്ക്കൊന്ന് നോക്കി, ചോര കുഞ്ഞ് ബെന്യാമിൻ കിടക്കുന്നു. പിന്നെ യോസേപ്പിന് അടുത്തില്ലെങ്കിലും 9 വയസ്സോളമുണ്ട് യോസേപ്പിന്. മൂത്ത ഇറക്കാൻ റാഹേലിൻ്റെ മൂത്ത ഇറക്കാൻ 9 വയസ്സ് യോസേപ്പ്. ജീവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചിനെ ഒന്ന് നോക്കി, പേരിട്ട് ബെനോനി. കണ്ണുനീരിൻ്റെ ദുഃഖത്തിൻ്റെ വേദനയുടെ പുത്രൻ മരിക്കാൻ പോവുകയാണ്. റാഹേൽ മനസ്സിലായി മരിക്കും ഉറപ്പാണ്. ഈ മരണസമയത്ത് വേദ പഠിതാക്കൾ ആ ഭാഗമെല്ലാം കൂടെ ധ്യാനിച്ചതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്, ഈ ജീവൻ പോകുന്ന സമയത്ത് ഇവൾ അനുഗമിച്ചു. മനസ്സിലായി മരിക്കുമെന്ന്. കരഞ്ഞു, നിലവിളിച്ചു. കഠിനമായ വേദന കരച്ചിലെന്ന് യിരെമ്യാവ് ഇതിനെപ്പറ്റി ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്, റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരഞ്ഞു. കഠിനമായ കരച്ചിലും നിലവിളി. അപ്പൊ യിരെമ്യാവ് പ്രവചനം 30-ാം അധ്യായത്തിൽ 31-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ റാമയിൽ ഒരു ശബ്ദം കേൾക്കാം, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. മക്കളെ ചൊല്ലി കരയുക. അതിന് കാരണം റാഹേൽ ചിന്തിച്ചപ്പം മരിക്കാൻ പോവുക. യോസേപ്പിന് 9 വയസ്സ്. ഇപ്പൊ പ്രസവിച്ച കൊച്ചു ബെന്യാമിൻ. അവിടെ ഒരു പദമുണ്ട്, അവർക്കില്ലായികയാണ്. യിരെമ്യാവ് പ്രവചനം 31-ാം അധ്യായത്തിൽ അങ്ങനല്ലേ, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു, അവർക്കില്ലായികയാണ്. അങ്ങനെ എഴുതിയത് കണ്ടോ? ആ വാക്യം കണ്ടോ? ഒന്നുകൂടെ റാഹേൽ എന്നുള്ള ചേർത്ത് വായിച്ചത്. റാമയിൽ ഒരു ശബ്ദം, റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അടുത്തത്, അവരില്ലായികയാൽ അവരില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നുമില്ല. റാഹേലിന്റെ പിള്ളേർക്കൊന്നുമില്ല. കാരണം ചിന്തിച്ചപ്പം ലേയായുടെ പിള്ളേർക്ക് അവകാശം നല്ലത്, രൂപേന് ജ്യേഷ്ഠാവകാശവും ശിമിയോന് പ്രഭസ്ഥാനവും ലേവിക്ക് പൗരോഹിത്യവും യഹൂദയ്ക്ക് രാജ്യത്വവും. തന്റെ പിള്ളേർക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നല്ല സ്ഥാനങ്ങളെല്ലാം ലേയായുടെ പിള്ളേർക്ക് പോയി. രാജ്യത്വവും പൗരോഹിത്യവും പ്രഭസ്ഥാനവും എല്ലാം ലേയായുടെ പിള്ളേർക്ക് പോയി. തന്റെ പിള്ളേർക്ക് യോസേപ്പിനൊന്നുമില്ല. ഇപ്പൊ പ്രസവിച്ചിട്ട് ബെന്യാമിൻ കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല. ഇവള് മരിക്കാൻ പോവുക. പുള്ളിക്കാരി ജീവിച്ചിരിക്കുകയാണെങ്കിൽ സൂത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, അതിനമ്മാമയ്ക്ക് കാര്യമുണ്ട്. പക്ഷെ മരിക്കാൻ പോവുക. അപ്പൊ ഇതെല്ലാം കൂടെ ചിന്തിച്ചു റാഹേല് ദൈവത്തോട് നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവകാശമില്ല, ഞാൻ മരിക്കാൻ പോവുക. എന്റെ ജീവിതത്തിൽ വന്നു പോയ അകൃത്യമെല്ലാം ക്ഷമിക്കണം. ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്. റാഹേൽ അനുഗമിച്ചു. റാഹേലിനെ പറ്റി വേറൊരു ഭാഗത്ത് കൊടുക്കുന്ന മരിക്കമില്ലാത്ത പശുക്കിടാവുണ്ട്. മരിക്കമില്ല. ഒരു ഈ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ, പൗലോസ് ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇണങ്ങാത്തവര്. അങ്ങനെ ഇണങ്ങാത്തവർ. സഭയ്ക്കകത്ത് ഇണങ്ങാത്ത ഒത്തിരി പേരുണ്ട്.
ഒരു സഭയിലാ കൂടുന്നെങ്കിലും ആരോട് ഇണങ്ങാത്ത താമസിച്ചു വരും, നേരത്തെ പോവും. ഒരു വീട്ടിൽ പോലും പ്രാർത്ഥന വെച്ചാൽ പോവുകയല്ല. അഥവാ അവിടുന്ന് കട്ടം കൊടുത്താൽ കുടിക്കുക പോലും ഇല്ല. ഇണങ്ങാത്തവർ. നിങ്ങൾ പിന്നെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. ഇണങ്ങാത്തവർ. മലിനമില്ലാത്ത പശുക്കിടാവെന്ന ഈ കിടാവിനെ വളർത്തിയിട്ടുള്ളവർക്കറിയാം. ഒരു കിടാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന് ന്യായമായ രീതിയിൽ പഴയ ആൾക്കാർക്കറിയാം. ബഹളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൂക്കുക കിടക്കും അല്ലേ? പഴയ നിങ്ങൾ പറയും, പ്രായമുള്ളല്ലേ പണ്ടൊക്കെ സൂര്യ കൊണ്ട് അതെന്തിനാ മൂക്കുക കിടക്കുന്നത്? മൂക്കൂത്താ മേടുണ്ടെങ്കിലും മേടില്ലെങ്കിലും മൂക്ക് കയറുക. ചിലക്ക് മൂക്ക് കയറുമില്ല, കയറുമില്ല. സങ്കീർത്തനത്തിൽ ഒരു പ്രയോഗമുണ്ട്, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ അടെ. ഞാൻ അധികം റാഗിൽ മരുക്കമില്ലാത്ത പശുക്കിടാണ്. പിന്നെ ഇച്ചിരി സൗന്ദര്യമുണ്ട്, അതിൻ്റെ ഒരു തണ്ടും ഉണ്ട്. ചേരത്തിക്ക് അത്ര സൗന്ദര്യം, ശോഭ കുറഞ്ഞ കണ്ണ. തന്നെ റാഗേലിനെയാണ് യാക്കോബ് ഇഷ്ടപ്പെട്ടത്. ചേരത്തി പിന്നെ നിന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു ചെറിയ തണ്ടുമൊക്കെ ഉണ്ട്. തന്നെയല്ല, എൻ്റെ ഭാഷയില് വചനത്തെ കൂട്ടുപിടിച്ച അഹങ്കാരിയാണ്. അഹങ്കാരിയാണ്. അതിനൊരു തെളിവ്. യാക്കോബിനോട് എനിക്ക് പറഞ്ഞു, നീ എനിക്ക് മക്കളെ തന്നില്ലേ ഞാൻ ചാവുമെന്ന്. 30 വായിച്ചു, പെട്ടെന്ന് വായിക്കും. 30 വായിക്കേ. ആ സഹോദരൻ വായിക്കും. ഇവര് വായിച്ചു തരുന്നില്ല, റാഹേലിന്റെ കാര്യമായതുകൊണ്ട്. സഹോദരൻ വായിക്കും. അമ്മാമ്മ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന്. അടുത്തത് മരിച്ചു പോകും. ഭീഷണി, യാക്കോബിനെ ഭീഷണിപ്പെടുത്തുക, ഞാൻ ചാകും. തെറ്റിദ്ധരിക്കരുത്, ചില സ്ത്രീകൾ, എല്ലാവരുമല്ല, ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിപ്പിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അകത്തോട് ഒരു കഥയിൽ കുത്തിയിട്ടു അനക്കവുമില്ല. അവൻ വെളിയിരുന്ന് എപ്പോഴാണ് ഒരനക്കവുമില്ല. അർദ്ധരാത്രി സമയം, ആരുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ നോക്കും. ഞാൻ ചിന്തിച്ചു, മോളി 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 മോളിയെ ചൂട് മാറുന്ന കണ്ട. അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ന്യായമായി അപ്പുറത്തെ വീട്ടിൽ ചെന്ന് രാത്രി 1:30 പറയാൻ പറ്റും. കല്യാണം കഴിച്ചാണോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചല്ലേ? അപ്പുറത്തെ വീട്ടിൽ ചെന്ന് രാത്രി 2 മണിക്ക് പറയാം, ഞങ്ങളുടെ മോള് കഥവ് തുറക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം ഞാൻ പറയാം, ഇവർക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവരോട് അറിയും എന്തോ കുഴപ്പം ഇവിടെ ഉണ്ടെന്ന്, ഇല്ലേ? പറയാതിരിക്കാൻ പറ്റുമോ? എന്തൊരു അപാകതയാ വന്നെങ്കിൽ തീരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തേലും പറ. നിങ്ങളെ സൂക്ഷിച്ച് പ്രാർത്ഥിച്ചേച്ച് മുമ്പോട്ട് ഇറങ്ങാവൂ. വല്ലാത്ത കാലം, അതുകൊണ്ടായി പറയുന്നത്. യാക്കോബിനെ അസ്വസ്ഥതപ്പെടുത്തുകയല്ലേ? നീ എനിക്ക് മക്കളെ തന്നില്ലേ, ഞാൻ ആത്മഹത്യ. ചില സ്ത്രീകൾ, എല്ലാവരും അല്ല കേട്ടോ, പുരുഷന്മാരും അവനുണ്ട്. സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. പാടില്ല. അപാകത കാണും, ന്യൂനത കാണും, ബലഹീനത കാണും. സഹിച്ചേ വെക്കുള്ളൂ. ഉഭയസമ്മതത്തിൽ തന്നെ ഉടമ്പടി ചെയ്തതല്ലേ? മരണം വരെ സഹിച്ചേ ഇല്ലേ?
സഹിക്കുക മാത്രമല്ല സംരക്ഷിക്കുകയും ചെയ്യണം. ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിശ്വസിച്ചാണ് ഇറങ്ങി വന്നേക്കുന്നത്. നമ്മളെ വിശ്വസിച്ചല്ലേ വന്നേ. നിങ്ങൾ എന്തെങ്കിലും പറ. സ്തോത്രം. ചിലപ്പോൾ നമുക്ക് സമയത്ത് ഭക്ഷണം തന്നില്ലെങ്കിലും സാധനം മേടിച്ചു കൊടുക്കണം. പലരൊക്കെ വേണ്ടേ? നിനക്ക് സമയത്തൊന്നും വെച്ചും വിളമ്പി തരുന്നില്ലെങ്കിലും സാധന സമയത്ത് കൊടുക്കണ്ടേ? എണ്ണ തീർന്നു, അന്ന് മേടിച്ചു കൊടുത്തോണം, കൊടുക്കണ്ടേ? വരുമ്പോ പാല് മേടിച്ചോണ്ട് വരണേ, പക്ഷെ സമയത്തിന് ഒരു ചായ ഇട്ട് തരുന്നില്ല. അതിന്റെ കരിയാണ് ഈ അയ്യത്തോട് പ്രാർത്ഥിക്കരുത്. അല്ലെ പിന്നെ ഞാൻ എന്നാ ചെയ്യാന്? നിങ്ങൾ എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നേ. ഞാൻ എന്നാ ചെയ്യാന്? പക്ഷെ പാല് മേടിച്ച് കൊടുത്തിരിക്കണം, സംരക്ഷിക്കണം. എന്നിട്ട് രാജയുടെ അഹങ്കാരില്ല. പുള്ളി യാഗം പറഞ്ഞു, എനിക്ക് പിള്ളേരെ തന്നില്ല, ഞാൻ ആത്മഹത്യ. അവൻ മോളിന്ന് വിളിച്ചിട്ടില്ല. പിന്നെ ഒരു തരത്തിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ചു ഒക്കെ വളരെ ചിന്തകളാണ്. അവള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഇവൻ രാത്രി മുഴുവൻ സെറ്റിയിലിരുന്ന് മനോവേദന കയറി. നമുക്കിപ്പൊ കേൾക്കുമ്പോ രസകരമായിട്ട് ചിലക്ക് തോന്നും, അനുഭവിച്ചവരുണ്ട്. ചിലപ്പം ചില സഹോദരന്മാരെ അവൻ്റെ അപ്പനെയും അമ്മയോ ചിലപ്പോൾ വിളിച്ചു നൽകി. അമ്മയെ വിളിച്ചിട്ട് പ്രശ്നം, അവൾ അകത്തോട്ട് കയറിയിട്ട് മുറി തുറക്കുന്നില്ല. വിളിച്ചിട്ടോട്ട് അമ്മയ്ക്ക് ഉറക്കം പോയി. അമ്മ കൂടെ വിളിക്കും, എടാ അവള് തുറന്നു ഇല്ല പോയില്ല, നീ ആരോടും പറയണ്ട, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കാം, എങ്ങനെയും നമുക്ക് നേരെ ഒന്ന് വിളിക്കട്ടെ. ഉണ്ടോ? ഇത്ര പേര് കിടന്ന് കുഴയില്ല. ഇതൊക്കെ വീടുകൾ നടക്കുന്ന കാര്യമാണ് ഞാനീ പറയാൻ. ഇല്ലേ? ചിലപ്പോൾ അമ്മ അപ്പനോട് പറഞ്ഞു, നിങ്ങൾ കടപ്പ് നിങ്ങൾക്ക് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ചെറുക്കൻ മനോവേദനപ്പെട്ടിരിക്കുക, പ്രാർത്ഥിച്ചിരുന്നിട്ട് പ്രാർത്ഥിക്കും. അപ്പൻ്റെ ഉറക്കം പോയി. ചിലര് അതുപോലെ ദൈവദാസന്മാരുടെ അടുപ്പം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്പോർട്ടും വേണമെന്ന് പക്ഷേ ആരോട് പറയുന്നുണ്ട്, ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. അവൾ എന്ത് ചെയ്തിട്ട് കടക് തുറക്കുന്നില്ല, അവനെ അവിടെ തീരുന്നിരിക്കുക. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റർമാരില്ല പറയുന്നു, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പ്രശ്നമാണ്. പാസ്റ്റർ ഉറക്കം പോയി. ഈ ഒരു റേച്ചിൽ കാരണം കണ്ടോ, ഓരോ അസ്വസ്ഥത ഉണ്ടാകുന്ന കണ്ടോ. എവിടെ ചിലപ്പോൾ രസത്തിനായിരിക്കും, ഇവര് ഒരു പാഠം പഠിപ്പിക്കണതാണ്. ദൈവം ഇത് കണ്ടു. ആ ഞാൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ യാക്കോബോട് പറഞ്ഞു, പിള്ളേരെ കണ്ണിലെ മരിക്കുമെന്ന്. ദൈവം ചെയ്യുന്നതല്ല, കൊച്ചിനെ കൊടുത്തു, ചത്തോളാൻ പറഞ്ഞു. നീയല്ലേ പറഞ്ഞത് എനിക്ക് പിള്ളേരെ തന്നില്ലേ ഞാൻ? നിന്റെ വാക്ക് തന്നെ കൊണ്ട് ഞാൻ വിധിച്ചു. തമ്പുരാൻ ചെയ്തു, കൊച്ചിനെ കൊടുത്തു, മരിച്ചു. നീ പണ്ട് പറഞ്ഞല്ലേ മരിക്കുമെന്ന്. 30 നീ പറഞ്ഞതല്ലേ മരിക്കുമെന്ന്. നിനക്ക് വലിയ ആഗ്രഹമില്ലയോ മരിക്കാൻ? നീ യാക്കോബിനെ ഭീഷണിപ്പെടുത്തിയില്ലേ? മരിക്കുമെന്നല്ലേ പറഞ്ഞേ? അതെ, മരിച്ചു. കൊച്ചിനെ യാക്കോബ് എടുത്തോളൂ. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ പാഠം? അതാ ഞാൻ പറഞ്ഞത്, ഞാനിത് പറയുമ്പം ഞാൻ വളരെ ഭീതിയോടായി ഭാഗം പറയാൻ. ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്, നിങ്ങളെ അല്ല. കർത്താവിന്റെ വേലക്കാരെ ഞാൻ എന്നെ കൂടെ പ്രതിയാക്കാം. ചില പ്രതിസന്ധി വരുമ്പോഴോ അയ്യോ ഇതിന് ഇറങ്ങേണ്ട ഒരു കാര്യവും. കുറച്ച് കഴിയുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഷുഗറുമായി, പ്രഷറുമായി, കൊളസ്ട്രോളുമായി അങ്ങേറ്റം പറ്റി പരിക്കാത്ത ഇറങ്ങുന്ന ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞു. കട്ടിലെ കിടന്നു. നേഴ്സ് വന്ന് ഒരു വിരൽ കുറച്ചുകൊണ്ട് പോയി. നിന്റെ നാവ് കൊണ്ടല്ലേ പറഞ്ഞു ഇതിന് ഇറങ്ങണ്ടായിരുന്നെന്ന്. ചില കുടുംബത്തിലെ കുടുംബമല്ലേ അഭിപ്രായ വ്യത്യാസം വരിക. അപ്പൊ ചില അമ്മമാരും ചില അപ്പച്ചന്മാരും അയ്യോ ഈ വീട്ടിൽ എവിടോട്ട് വരില്ലെന്ന് തമ്പുരാൻ പറയുന്ന മെഡിക്കൽ കോളേജിൽ പോയി കിടന്ന ഒരു 6 മാസം ആമ്പലിന്റെ വള്ളി പോലെ
2 നില വീട് പണിതിട്ടേച്ച് പോയി കിടക്കുക. നീ അല്ലേ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് എവിടെയും? ഞാൻ ഭയത്തോടായിരുന്നു. എല്ലാവരും വളരെ സൂക്ഷിച്ചേ സംസാരിക്കാവൂ. ലോകക്കാരെ പോലെ അല്ല നമ്മൾ ദൈവമക്കളാണ്. അവർക്ക് എന്തും പറയാം, അവരെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനല്ല. നമ്മൾ ദൈവമക്കളാണ്. വളരെ സൂക്ഷിച്ചേ സംസാരിക്കാവൂ. മലാഖി വായിക്കുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ചാ കേൾക്കുന്നത്. ഇവിടെ ഭീഷണിപ്പെടുത്തി പിള്ളേരെ തന്നിലേക്ക് ആകും. തമ്പനെ പറഞ്ഞു കൊല്ലാം, നിനക്ക് ആഗ്രഹമില്ല യാഗ, കൊച്ചിനെ ഇങ്ങോട്ട് കൊടുത്തത് യാഗവനോട്ട് നീ അത്തോളാൻ പറഞ്ഞു. വീട്ടിൽ കിടന്നുമല്ല ഇത് വഴിയരികെ. നിങ്ങൾക്ക് ആ ഭാഗം വായിച്ചിട്ടൊന്നും തോന്നുന്നില്ല. വഴിയരികെ. ഇനി വേറൊരു പറഞ്ഞു അവിടെ കൊടുക്കുന്നത് എബ്രാത്തിലെത്താൻ 50 ദൂരമുള്ളപ്പോൾ. അങ്ങനല്ലേ അമ്മാമേ? യോ അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? 35-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ചു. അടുത്തത് 50 ദൂരം മാത്രമുള്ളപ്പോൾ ഞാൻ പറഞ്ഞ എബ്രാത്തിലോട്ട് ചെല്ലാനെങ്കിൽ 50 ദൂരം. വേറെ പഠിതാക്കളിൽ ഞാൻ ആ സ്ഥലത്തൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യം അറിയത്തില്ല. പിന്നെ പറഞ്ഞുള്ള അറിവും ചില പുസ്തകത്തിലൊക്കെ വായിച്ചുള്ള അറിവ് ചിലപ്പം തെറ്റാൻ സാധ്യത കണ്ടെന്ന് പറയും. എന്നാലും വേറെ പഠിതാക്കളിൽ ചില പറഞ്ഞാണ്ട് ഈ റാഹേൽ മരിച്ച സ്ഥലത്തിന് ഒരു 100 മൈൽ അങ്ങോട്ട് ചെന്നാൽ എപ്രാത്ത 100 കിലോമീറ്റർ അത്രയും പോകണ്ട. എപ്രാത്ത തൊട്ടടുത്ത. പക്ഷെ റാഹേലിന് എപ്രാത്തിലെത്താൻ ഒത്തില്ല. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ മക്പേല, ഇവരുടെ കുടുംബക്കാരെല്ലാം അടയ്ക്കുന്നത് മക്പേലല്ല. അബ്രഹാമിനെ അവിടെ ഇടയ്ക്ക്, സാറായി അവിടെ ഇടയ്ക്ക്, ഇസഹാക്കിനെ അവിടെ ഇടയ്ക്ക്, റിബേക്ക അവിടെ ഇടയ്ക്ക്, യാക്കോബിനെ പിന്നത്തേതിൽ അവിടെ ഇടയ്ക്ക്, ലേയാമേനെ അവിടെ അടയ്ക്കും. പക്ഷെ റേച്ചൽ അമ്മാമ്മയ്ക്ക് അങ്ങ് ചെല്ലാൻ എത്തില്ല. റേച്ചലാങ്ങി വഴിയരികെ അടക്കി. സ്തോത്രം. ആ പറഞ്ഞ വാക്കിൽ ദൈവം ഒന്ന് പിടിച്ചു. അല്ലെങ്കിൽ ഇത് ഏറ്റു പറയണമായിരുന്നു. അല്ലെങ്കിൽ ഭർത്താവിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തി അല്പം കഴിഞ്ഞപ്പോൾ ബോധോദയം വന്ന് ചെന്ന് പറയണം, അച്ചായ എന്നോട് ദൈവനാമത്തിൽ ക്ഷമിക്കണം, ഞാൻ അന്നേരത്തെ അതിനെന്താ ഒരു പണം പറയുന്നത്? അന്നേരത്തെ ദേഷ്യമൊന്നും വേണ്ട, കോപമൊന്നും വേണ്ട, നല്ല രീതിയിൽ പറ. കുഴപ്പമില്ല. ഞാൻ അന്നേരം പറഞ്ഞ് എന്നോട് ക്ഷമിക്കണേ, ഇനി ഞാൻ പ്രവർത്തിക്കത്തില്ല. അച്ചായനോട് നിരപ്പയച്ച് ദൈവസന്നിധി ഇരിക്കണം. എൻ്റെ ദൈവമേ, ഞാൻ അന്നേരത്തെ ആ സമ്മർദ്ദം ഉണ്ടായപ്പോൾ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ വായിൽ വന്നപ്പാ ക്ഷമിക്കണേ, ക്രമീകരിക്കണേ. വ്യക്തികളുമായിട്ട് എന്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവരുമായിട്ട് നിരപ്പാകണം. അല്ലാതെ എഴുന്നേറ്റ് എനിക്ക് ആരോടും ഒന്നുമില്ല, എന്നോട് എന്തിനോട് ക്ഷമിക്കണം, ഹല്ലേലൂയ, ഈ കുടച്ചക്രം കറങ്ങും പോലെ കറങ്ങരുത്. ഒരു വ്യക്തിയായിട്ട് അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ വ്യക്തിയോട് പറയണം, അച്ചായ എന്നോട് ക്ഷമിക്കണം, മനഃപൂർവ്വമായി ക്ഷമിക്കണം, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാതിന്റെ ഓർഡർ. പൊതുസഭയ്ക്ക് പ്രയാസമുണ്ടാക്കുന്ന വിഷയം വന്നെങ്കിൽ പൊതുസഭയിൽ എഴുന്നേറ്റ് നിരപ്പ് പറയണം. അല്ലാതെ ഇരുമ്പോലൊക്കെ വിഴുങ്ങേറ്റ് ചുക്ക് കച്ചായും ഉള്ള കൊന്ത്രാക്കൊള്ളിയിൽ ഒപ്പിച്ചിട്ട് പറയാം, ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഈ കൊന്ത്രാക്കൊള്ളിയിൽ ഒപ്പിച്ചേറ്റോ. ആദ്യത്തെ ദിവസം ബന്ധനം അഴിക്കുന്ന ഒരു പാസ്റ്റർ വിളിച്ചുകൊണ്ട്, 2ാം ദിവസം ചൊല്ലി അഴിക്കുന്ന ഒരു അമ്മാമ്മ ഈ ഗുരുക്കെല്ലാം ഒപ്പിച്ചേച്ച, 3ാം ദിവസം ഛർദിപ്പിക്കുന്ന ഒരാൾ വരുന്നു.